എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാം. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷോർട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1/2 മീറ്റർ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ കുഞ്ഞിൻ്റെ അരവണ്ണം നോക്കി അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ തുണി ഇതുപോലെ നമ്മൾ 2ആയിട്ട് മടക്കിയിടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല വശം ഉള്ളോട്ടായിട്ട് നമുക്ക് റോങ് സൈഡിലാണ് ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടാം. നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതുപോലെ മടക്കിയിട്ടാൽ മതി. തുണി മുഴുവൻ മടക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു അളവ് ഒരു ട്രൗസർ പോലെ എടുത്തിട്ടുണ്ട്. നമ്മളത് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് നീക്കിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടിഭാഗം, അതായത് താഴെ ഭാഗം 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അരഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആ സൈഡും ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷേപ്പ് നമ്മൾ ശരിക്കും തന്നെ വരയ്ക്കാൻ നോക്കുക. ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ വരുന്ന ഭാഗം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ശരിക്കും വരച്ചെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒന്നുകൂടി വരച്ചെടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ കറക്റ്റ് അളവല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സീം എലമെൻറ്റ്സ് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോവും. അപ്പോൾ അത് ടൈറ്റായിട്ടൊക്കെ വരും. അപ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. മുകളിൽ 1.5 ഇഞ്ച്. ഇതുപോലെ നമുക്ക് 2 പീസാണ് നമുക്ക് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് എടുക്കുക. ഷേപ്പ് വരുന്ന ഭാഗമില്ല, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഷോർട്സിൻ്റെ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന ഭാഗം അത് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കാണ്ട് ഇത് ആദ്യം നമ്മൾ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഒന്നുകൂടി 1/2 ഇഞ്ച് മടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ 1/4 ഇഞ്ച് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ 2 വശം അടി മടക്കി തയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് അരഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മടക്ക് ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അരികു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടി ഒരു 3/4 ഇഞ്ചോളം മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിലൂടെ ഇലാസ്റ്റിക് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു. സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇലാസ്റ്റിക് കയറ്റാനായിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് നിങ്ങൾ കുഞ്ഞിൻ്റെ അരവണ്ണം നോക്കുക, അതായത് വേസ്റ്റ് നോക്കുക.
അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 18 വേസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 16 ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ഇത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുഴുവനായിട്ടും കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 അറ്റവും പിടിച്ചിട്ട് ഇതുപോലെ തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ തുന്നിയെടുത്തിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഇലാസ്റ്റിക് കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് മടങ്ങി പോവും. അങ്ങനെ മടങ്ങി പോവാതിരിക്കാനാണ് ഒന്നുകൂടി ഒന്ന് ഇലാസ്റ്റിക് കൂട്ടിയിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഇതിൻ്റെ മേലിൽ കൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട്സ് അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നോക്കുക, ഒന്ന് പിടിച്ച് നോക്കുക. നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇത് തന്നെ എടുക്കുക കേട്ടോ. കൂടുതലൊന്നും എടുക്കണ്ട, കാരണം എല്ലാന്നുണ്ടെങ്കിൽ തൂങ്ങി കിടക്കും. ഞാനിപ്പോൾ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വിട്ട് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ 2 മടക്കാം. നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു അരികു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് നല്ല വശം തിരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമ്മൾ ഉള്ളിലൂടെ അത് കുത്തിയിട്ട് തിരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് അത് നല്ല വശം തിരിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് വെക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ വെക്കുന്ന വള്ളി ഇങ്ങനെ എപ്പോഴും വീണ് കിടക്കും. അപ്പോൾ അത് വലിച്ച് ഇടേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല വശം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിച്ച് 2.5 ഇഞ്ച് നോക്കുക കേട്ടോ. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് ഈ ഇത് വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ അവിടെ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പിൻ ചെയ്ത് കാണിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മടക്കി ഇതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്ക് സൈഡിൽ വെക്കുമ്പോൾ ഒന്ന് ക്രോസ് ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് ക്രോസ് ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ താഴെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇത് വെക്കുമ്പോൾ ടൈറ്റായിട്ട് തന്നെ വെക്കുക. വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ലൂസായിട്ടാണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ പിൻ ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷോർട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബിനൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.